ഫ്യൂഷൻ പരിചയപ്പെടാം തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗാനങ്ങളെയും എഴുത്തുകാരെയും. 18 വർഷമായി പാട്ടെഴുത്ത് രംഗത്തുണ്ട് അജയ് ഘോഷ്. കവിയാണ്. തിരുവനന്തപുരം സ്വദേശി. തെരഞ്ഞെടുപ്പ് പാട്ടുരംഗത്ത് സജീവമായിട്ട് 7 വർഷം. സീരിയൽ, കഥ, തിരക്കഥ, ഡോക്യുമെന്ററി സംവിധാനം എന്നിവ മറ്റു മേഖലകൾ. ഉടനെ പുറത്തുവരുന്ന ഏതാനും സിനിമകൾക്ക് വേണ്ടി പാട്ടെഴുതിയിട്ടുണ്ട് ഇദ്ദേഹം. തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മളെ ഉള്ളിലൊരു രാഷ്ട്രീയമുണ്ട്. അത് പോളിംഗ് ബൂത്തിൽ ചെന്ന് വോട്ടിടുന്നത് വരെ ഉറങ്ങിക്കിടക്കുകയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ തലേ ദിവസം വരെ ഞങ്ങൾ 3 പാർട്ടിക്കാർക്കും, ഇപ്പം കേരളത്തിൽ മെയിനായിട്ട് വരുന്നത് UDF, LDF, BJP, പിന്നെ സ്വതന്ത്രം, ആരായാലും ഞങ്ങൾക്ക് പാട്ട് എഴുതണമെന്ന് ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങൾ 100% ആത്മാർത്ഥതയോടുകൂടി, സത്യസന്ധതയോടുകൂടി, വിമർശനമെങ്കിലും വിമർശനം, അവരെ കുറച്ചുകൂടെ പൊക്കി എഴുതണമെങ്കിൽ അത് ഞങ്ങൾ ചെയ്യും. അതിൽ ഇന്ന പാർട്ടിയെന്നോ ഒന്നും നോക്കാറില്ല. തെരഞ്ഞെടുപ്പ് പാട്ടെഴുത്തിൽ അജയ് ഘോഷിന് സ്വന്തം രീതികളുണ്ട്. സ്ഥാനാർത്ഥിയെക്കുറിച്ചും മണ്ഡലത്തെക്കുറിച്ചും പഠിക്കുക മാത്രമല്ല, സംസ്ഥാന രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് സ്വന്തം രീതിയിൽ അന്വേഷണവും നടത്തും. പിന്നെ ഇതിനുള്ള അത്യാവശ്യ ഘടകങ്ങൾ ഞങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ ദിവസവും ഒരു 4 ദിനപത്രമെങ്കിലും വായിക്കും. പിന്നെ എല്ലാ വാർത്തകളും, എല്ലാ വാർത്തകളും, എല്ലാ ചാനൽ വാർത്തകളും ശ്രദ്ധിക്കും. അത് പോയിന്റ് ഇങ്ങനെ കുറിച്ചിടും. അതാണ് നമ്മുടെ ഒരു നിരീക്ഷണമാണ്. അപ്പോൾ ഈ ഇലക്ഷൻ തുടങ്ങുന്നതിന് 6 മാസം മുമ്പേ നിരീക്ഷിക്കും. ഭരിക്കുന്ന സർക്കാരിൻ്റെ അഴിമതിയെങ്കിൽ അഴിമതി, പ്രതിപക്ഷം എന്താണ്, അവർക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, ഇതെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറിച്ചിടാറുണ്ട്. ഈ ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഒരു രീതി അനുസരിച്ച് ചില പത്ര വിവാദമാകുന്ന വിഷയങ്ങളൊക്കെ വെട്ടിയെടുത്ത് സൂക്ഷിക്കുന്ന ഒരു ശീലമുണ്ട്. അത് വിവാദമായാലും നല്ലതായാലും എടുത്ത് വെട്ടിക്കുന്ന ഒരു ശീലമുണ്ട്. പിന്നെ ഇലക്ഷനോടനുബന്ധിച്ച് ഓരോ മണ്ഡലത്തിനെ കുറിച്ച് ഓരോ വിവരണം വരും. കഴിഞ്ഞ മാസം UDF പിടിച്ച വോട്ട്, LDF പിടിച്ച, BJP പിടിച്ച വോട്ട്, അവിടെ എന്തൊക്കെ വികസനം നടന്നു, അതെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഇപ്പോൾ അടുത്ത് നമ്മൾ ഏറ്റവും അടുത്ത് തന്നെ ഇപ്പം പാറ്റൂർ ഫ്ലാറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് പോയി വീക്ഷിക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഓരോ പാർട്ടികൾക്ക് വേണ്ടി എഴുതുമ്പോൾ പൂർണ്ണമായും അതത് രാഷ്ട്രീയ പാർട്ടികളുടെ വീക്ഷണത്തിന് അനുസരിച്ചാണ് എഴുതുക. അതിനായി മനസ്സിനെ സ്വയം പാകപ്പെടുത്തും. UDFന് എഴുതുമ്പോൾ UDFകാരനായിട്ടിരുന്ന് എഴുതുക, LDFന് എഴുതുമ്പോൾ LDFകാരനായിട്ടിരുന്ന് എഴുതുക, BJPക്കാരന് BJPക്കാരനായിട്ടിരുന്ന് എഴുതുക. അത് ഈ 3 പാർട്ടിക്കാരും ഈ സമയത്ത് ഞങ്ങൾക്ക് ഒരുപോലെയാണ്. ഞങ്ങളുടെ അന്നം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇപ്പോഴത്തെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഈ 3, ഒരാൾ മാറിപ്പോയാലും ഞങ്ങൾക്ക് നഷ്ടമാണ്, ഒരാൾ പിണങ്ങിപ്പോയാലും ഞങ്ങൾക്ക് നഷ്ടമാണ്. അതുകൊണ്ട് 3 വരുന്ന ഏത് പാർട്ടിക്കാരായാലും ആ പാർട്ടിക്കാരെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഞങ്ങളുടെ വരികളിലും സംഗീതത്തിലും ഉണ്ടാവും. അത് തീർച്ചയാണ്. പാരഡി ഗാനങ്ങളിൽ ഇപ്പോൾ ഒരു UDFനെതിരെ എഴുതിയൊരു പാട്ട്, തമ്മിലടിക്കണ് കട്ട് മുടിക്കണ് UDF നാട്ടിലാകെ, ഇവിടെ UDF എന്ന് പറയുന്ന ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ശീലോട് കൂടിയൊരു പാട്ട് ഇന്നും നിൽക്കുന്നു. പിന്നെ LDFനെതിരെ എഴുതിയത് നമ്മുടെ പഴയതല്ല, പുതിയതായിട്ട് വന്ന ഒരു തമിഴ് സിനിമയുണ്ട്, ഡാഡി മമ്മി വീട്ടിലില്ല. അപ്പോൾ അതിൽ 2 വരി എന്ന് പറഞ്ഞാൽ, അച്ചുമാമൻ മുഖ്യമന്ത്രി, കൊടിയേരി പോലീസ് മന്ത്രി, ഇങ്ങനെ പോകും. മുഖ്യമന്ത്രി, കൊടിയേരി പോലീസ് മന്ത്രി, അലുവയ്ക്ക് മത്തിക്കറിയോ നന്നായി. നാടുനീളെ കുളിരും പനിയും കൊതുകടിയുടെ കാര്യം വേറെ, ടീച്ചർക്ക് ഉല്ലസിക്കാൻ ഫോറിൻ ടൂർ. മറ്റന്നാൾ വീട്ടിൽ ആഹാരം വേണോ, ഇന്നേ നീ പോയാ ക്യൂവിൽ നില്ല്. കൺസ്യൂമർ ഫെഡിൽ ഓണത്തിന് പോയോ, തിരിച്ചെത്തിയപ്പോൾ
അച്ചുമാമൻ മുഖ്യമന്ത്രി, കൊടിയേരി പോലീസ് മന്ത്രി, അലുവയ്ക്ക് മത്തി